നമസ്കാരം. എൻ്റെ പേര് പുണ്യകുമാരി. എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് നിലവിൽ. ഞാൻ നോമ്പിക്കോട് 7-ാം വാർഡിൻ്റെ പ്രതിനിധി വാർഡിലെ മെമ്പറാണ്. ഇപ്പോൾ ഞാൻ മത്സരിക്കാൻ പോകുന്നത് ചെട്ടികുളം വാർഡ് 13-ാം വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ പോകുന്നു. നമ്മളെ എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 41 വർഷത്തെ LDFിൻ്റെ ഭരണത്തിന് ശേഷം UDF പിടിച്ചെടുത്തൊരു പഞ്ചായത്ത്, മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ ഏക ഗ്രാമപഞ്ചായത്താണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ഊന്നൽ കൊടുത്തിരുന്നത് ഈ 5 വർഷക്കാലവും കാർഷിക മേഖലയ്ക്കാണ്. കാരണം 1600ഓളം ഹെക്ടർ വരുന്ന കാർഷിക മേഖലയാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക വൃത്തിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. നമ്മൾ അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ കാലം അത്രയും 41 വർഷക്കാലം LDF ഭരിച്ച ഈ പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് ഈ 41 വർഷം നമുക്ക് ചെയ്യാൻ പറ്റാത്ത, LDFന് ചെയ്തു തീർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും 5 വർഷം കൊണ്ട് ഈ UDFിൻ്റെ ഭരണസമിതിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് സമയത്താണ് ഞങ്ങൾ ചാർജ് എടുക്കുന്നത്. ആ സമയത്ത് കോവിഡ് പിടിച്ച രോഗികൾക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ആംബുലൻസോ മറ്റു സൗകര്യങ്ങളോ ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ UDFിൻ്റെ ഭരണസമിതി വന്നതിന് ശേഷമാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് സൗകര്യങ്ങൾ, രോഗികൾക്ക് മിതമായ നിരക്കിൽ ആംബുലൻസ് സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തു. എല്ലാ ഭാഗത്തും ഏകദേശം UDFിൻ്റെ ഭരണസമിതിയുള്ള എല്ലാ വാർഡിലും 98% വൈദ്യുതീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ ഏകദേശം ഫണ്ടിനനുസരിച്ച് തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ട് UDF ഭരിക്കുന്ന എല്ലാ വാർഡുകളിലും സാധിച്ചിട്ടുണ്ട്. അതേ പദ്ധതികൾ തന്നെ ഞങ്ങൾക്ക് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പം പഴയത് 22 വാർഡാണുള്ളത്. ഇപ്പോൾ പുതുക്കിയത് കൊണ്ട് ഒരു വാർഡ് കൂടി 23 വാർഡാണുള്ളത്. ഈ 22 വാർഡിനും കിട്ടുന്ന ഫണ്ടുകൾ, ഗവൺമെൻറ് തരുന്ന എല്ലാ ഫണ്ടുകളും 22ആയി തുല്യമായി ഭാഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ വാർഡിനെയും പ്രതിനിധീകരിച്ച് ഫണ്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന 13-ാം വാർഡ്, അതായത് ഇനി മത്സരിക്കുന്ന 13-ാം വാർഡ് ചെട്ടികുളം വാർഡ് എന്ന് പറയുമ്പം ഇപ്പം നിലവിൽ LDFിൻ്റെ മെമ്പർ ഉള്ളൊരു വാർഡാണ്. ആ വാർഡിൽ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഈ വികസനത്തിൻ്റെ ഒരു ഭാഗവും ആ വാർഡിലേക്ക് എത്തിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ആ വികസനവുമായി മുന്നോട്ട് പോകുവാനാണ് നമ്മുടെ ഉദ്ദേശം. വാർഡിൽ മുഴുവൻ തന്നെ വെള്ളം, വെളിച്ചം, അതുപോലെ പിന്നെ ബാക്കി ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളോടൊപ്പം നിന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ മേഖല, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തൊഴിൽ മേഖല വളരെ വിപുലീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 5 വർഷത്തെ എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നേട്ടം വളരെ വിപുലീകരിച്ച് തന്നെ 22 വാർഡിൽ നടപ്പിലാക്കി കൊണ്ടുവരികയാണ്. അത് ഈ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ആ തുടർച്ചയായി വീണ്ടും വികസനത്തിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് നീങ്ങുമെന്ന് പറയുന്നു. പിന്നെ പ്രധാനമായി പറയാനുള്ളത് ഈ ബ്രൂവറി, ഓയാസിസ് കമ്പനിയുടെ ബ്രൂവറി, എത്തനോൾ കമ്പനി വരുന്നത് ഞാൻ കൂടി ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന 7-ാം വാർഡും 6-ാം വാർഡും കൂടെ ചേർന്നുകൊണ്ടുള്ള സ്ഥലത്താണ് ഈ എത്തനോൾ കമ്പനി വരുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുകയാണെങ്കിലും ഭരണത്തിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു ബ്രൂവറി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മണ്ണുക്കാട് ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ അനുവദിക്കുകയില്ല. ജനത്തിനോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ അതിനെ എതിർക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ 5 വർഷക്കാലം വരെ ചെയ്തിരിക്കുന്ന കാര്യം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക്, SC കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ
+2 വരെയുള്ള കുട്ടികൾക്കും നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കൈമാറാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ വികസനത്തിനായിട്ട് നമ്മൾ വീട്ടുമുറ്റത്ത് പച്ചക്കറി ആരോഗ്യമുള്ള അടുക്കള എന്ന പദ്ധതി വെച്ച് സ്ത്രീകൾക്ക് വേണ്ടി വീട്ടുമുറ്റത്ത് അടുക്കള എന്നുള്ളൊരു പദ്ധതി വെച്ച് വളരെ വിജയപ്രദമായി ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഈ 5 വർഷത്തെ ഭരണം കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ ഒരുപാട് വികസന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. കാരണം സ്വയം തൊഴിൽ, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ, അതുപോലെ തന്നെ കുടുംബശ്രീയെ പ്രോത്സാഹിപ്പിക്കൽ, അതുപോലെ തന്നെ 4ഉം 5ഉം പേർ ചേർന്നുള്ള ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ പഞ്ചായത്ത് ഭരണസമിതി 5 വർഷത്തെ ഭരണകാലത്തിൻ്റെ ഉള്ളിൽ 6000-ഓളം പേർക്ക് കട്ടിലുകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ബെഡ് മുതൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് വീണ്ടും UDF-ന്റെ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ ഭരണസമിതി പ്രവർത്തിക്കുക. എന്തായാലും നല്ലവരായ നാട്ടുകാർ UDF-ന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് UDF-ന്റെ എല്ലാ മെമ്പർമാരെയും 23 വാർഡിലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഈ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് വീണ്ടും UDF-ന്റെ അധികാരത്തിൽ വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.